കുറച്ച് ബീഫ് കറി ഉണ്ടാക്കാം. ബീഫും കായയും. കായ വാവ്. ടൊമാറ്റോ യെല്ലോ കളർ നെയ്യാണ് കേട്ടോ. ബീഫ് നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്ന സാധനമാണിത് ബീഫിൻ്റെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ജപ്പാനിലൊക്കെ കണ്ടിട്ടുണ്ട് വേഗു എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊരു ബീഫുണ്ട്. അവറ്റങ്ങളുടെ പ്രത്യേകത വെച്ചാൽ അവരുടെ ഈ ബോഡിയുടെ, അതായത് ഈ നമ്മുടെ എന്താ പറയുക, ഈ ഇറച്ചിയുടെ ഇടകളിൽ ഇങ്ങനെ നെയ്യ് കാണും ഉണ്ടാ. അതുപോലെ സാധനം വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതിന് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല എഫക്റ്റ് സാധനമായിരിക്കും ഇത്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാണ്ടാവില്ല കേട്ടോ. സാധനം പൊളിക്കുന്നു. അപ്പോൾ നമുക്കൊന്നാട് ബീഫും കായും കൂടിയിട്ടുള്ള സാധനത്തിലേക്കായിട്ട് പോവാം. ഐറ്റംസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇവിടെ. കായ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളത്, സബോള, വേപ്പില കുറച്ച് കൂടുതൽ നോട്ടോ. വേപ്പില കൂടുതൽ തന്നെ നമുക്ക് ആ മണം കിട്ടും കറക്റ്റായിട്ട്. പിന്നെ നമ്മുടെ തക്കാളി നിർബന്ധമാണ്. ഓക്കെ, ഈ സാധനം പിന്നെ പച്ചമുളക് കിട്ടാം. പച്ചമുളക് ടേസ്റ്റിന് വേണ്ടിയിട്ട് പറയാം കാരണം. അടുത്ത നമ്മുടെ മസാലയാണ്. ഇത് നമ്മുടെ വീട്ടിലെ പൊടിച്ച ഗരം മസാല. അത് എല്ലാ സാധനവും ചേർത്ത്, ഏലക്കായ, മറ്റേ എന്താ പറയുക, കറിയാമ്പൂ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് പൊടി സാധനം. പിന്നെ ഇത് ഗരം മസാല കിടക്കുന്നത്. പിന്നെ നമ്മുടെ പെരിഞ്ചീരകം. എന്തായാലും നിർബന്ധം. പെരിഞ്ചീരകം ഇല്ലാണ്ട് ബീഫിൽ എനിക്ക് ടേസ്റ്റ് ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് കാര്യട്ടാ. പിന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടി. പിന്നെ എന്താണ്, ഇത് മുളക് പൊടി, കാശ്മീരി മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഓക്കെ, ഇത് മസ്റ്റാണ്. ഈ കുരുമുളക് പൊടിയും പെരിഞ്ചീരകം ഉണ്ടായാലാണ് ബീഫായിട്ട് മാറുള്ള കറിട്ടാ. എന്താ ശരിയല്ലേ? ഈ സാധനം കണ്ട, ഇത് റോസ്മേരി ആണ് കേട്ടോ. ഇത് റോസ്മേരി. ഇത് വെറുതെ ഒരു എന്താ പറയുക, നമ്മുടെ ഉണ്ട് സാധനം. അപ്പം പിന്നെ ഇടാന്ന് വെച്ചു ഇത്ര തന്നെ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് കുക്കറിലിട്ട് പടച്ചാലോ? ഒരു 5 വിസിലാണ് പടയ്ക്കുക അല്ലേ? പടയ്ക്കുക തന്നെ. ആദ്യം ഇപ്പോൾ നമുക്ക് ബീഫ് അങ്ങോട്ട് ഇടാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കുക്കറിലേക്ക് ബീഫ് ഫസ്റ്റ് ഇടാം. കുറച്ച് തക്കാളി ഇടുക. കുറച്ച് തക്കാളി വേവിക്കുന്ന സമയത്ത് നമുക്ക് തക്കാളി തീട്ടണ്ട. കുറച്ച് തക്കാളി ഇടുന്നു, വേപ്പില ഇടുന്നു, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് നമ്മളിടുന്നു, സബോള കുറച്ച് ഇടുന്നു. നമ്മുടെ ആംഗ്രി ഷെഫ് പറയാറില്ലേ, എല്ലാം കുറച്ചേശ്ശെ ഇട്ടിട്ട് ഒരു തിരുമ്പലുണ്ട്. അതാണ് ആംഗ്രി ഷെഫിൻ്റെ പ്രധാന സാധനം. ആ സാധനം ഞാൻ പറയാൻ പോണേട്ടാ. അപ്പോൾ നിങ്ങൾ നോക്ക്, ആംഗ്രി ഷെഫ് എന്ന് പറഞ്ഞ സംഭവം പൊളിയാണ്. അവൻ ഷെഫാണ് കേട്ടോ, നമ്മൾ ഷെഫൊന്നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് വിട്ട് വന്നിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട്, ഈ കുവൈറ്റ് നാട്ടിൽ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി പഠിച്ചത്. അപ്പോൾ ആംഗ്രി ഷെഫിനോട് നന്ദിയോട് കൂടിയിട്ട് അത് താങ്ക്സ്ഫുള്ള്. പിന്നെ നമുക്ക് ഇടാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മളൊരു 5-6 കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സാധനമാണ് പടയ്ക്കാൻ അതിനുള്ളിലേക്ക് ഇട്ടു. അടുത്തത് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മസാലയാണ്. പിന്നെ നമ്മുടെ പൊടിച്ച ഗരം മസാല ഇടാം. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇടാം. ഇത് നമ്മുടെ എന്താ പറയുക, എൻ്റെ പേര് കാശ്മീരി ചില്ലി, ആ സാധനം. ഓക്കെ, പിന്നെ മഞ്ഞൾ. ഇത് ഞാൻ ഉണക്കിയ മഞ്ഞൾ പൊടിച്ചാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തരിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പെരുംജീരകം ഫസ്റ്റ്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ ഈ സാധനമല്ലേ, എന്നിട്ട് നമ്മൾ പറഞ്ഞതിന് പേര് റോസ്മേരിന്ന്. റോസ്മേരി തന്നെ സാധനം പടക്കുക. കുറച്ച് മണം കിടക്കട്ടെ റോസ്മേരിയുടെ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പണം കേട്ടോ. ഉപ്പിടണം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇത്രയ്ക്കാണ് കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് ഇടണുള്ളൂ ഇപ്പോൾ. കാരണം നമുക്കത് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണി ഇടാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പിടുമ്പോൾ അതിനോട് ഒഴിച്ചു കൊടുക്കുക. നന്നായി തിരുമ്പാളാണേ. ഒരു കാര്യം മറന്നു പോയിട്ടാ, നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുക. ഇവിടുത്തെ ചെറുനാരങ്ങകളൊക്കെ വലുതായതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് ചെയ്തോളാം. അവിടെ ചെയ്യുമ്പോൾ, നാട്ടിൽ ചെയ്യുമ്പോൾ ഒരു ചെറുനാരങ്ങനെ ചെറിയ പകുതി എടുത്തോ. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിരുമ്പണം കേട്ടോ. എനിക്ക് ഈ മൊബൈലും പിടിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യം കേട്ടോ. അതുകൊണ്ട് തിരുമ്പൽ 5 മിനിറ്റ് ഞാൻ തിരുമ്പും. ആ തിരുമ്പലിലാണ് ഈ സാധനം ടേസ്റ്റ് ആവുക. പിടിക്കണം അങ്ങോട്ട്, അടിയിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് കിട്ടണം. അങ്ങനെ പിഴിയണം അങ്ങോട്ട്. അപ്പം അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പിടിക്കുക. ആംഗ്രി ഷെഫ് ഞാൻ പറയണ പോലെ കുക്ക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഈ സാധനം നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പ് റെസ്പോൺസിബിലിറ്റി. നന്നായി ബീഫ് തിരുമ്പിന് ശേഷം നമ്മൾ 5 മിനിറ്റ് തിരുമ്പാൻ പറ്റില്ലേ. തിരുമ്പിന് ശേഷം കണ്ട അങ്ങനെ ബീഫ് ഇങ്ങനെ വിജൃംഭിച്ചിരിക്കും. ബീഫിനകത്ത് അങ്ങോട്ട് പേടിച്ചിട്ടേ വിജൃംഭിക്കാൻ വിസിൽ കേട്ടിട്ടേ സാധനം തുറക്കുമ്പോൾ വേണ്ട തൊട്ടമ്മാണ് പറഞ്ഞ സാധനത്തിൻ്റെ. ഇപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ, പക്ഷെ പറ്റില്ലല്ലോ.
ഇത് നമുക്കൊരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. മുക്കാൽ ഭാഗം അല്ല കേട്ടോ, ഒരു 80% വേവായിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ കായ കണ്ടിടാം. അപ്പോൾ കായക്ക് ഈ ബീഫിൻ്റെയും ആ ചാറും കൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റാണ് കിട്ടല്ലോ. അങ്ങനെ കായ നമ്മൾ സെപ്പറേറ്റ് ഒരിക്കലും ഇടരുത് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ പോയി. അത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ട് വേവിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോട്ടോ. പക്ഷേ എനിക്കിഷ്ടം, ഞാൻ കണ്ടേക്കണതും കേട്ടേക്കണതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും സാധനം. അപ്പം അങ്ങോട്ട് പടയ്ക്കാ കായ തട്ടണം കേട്ടോ. കായ പോട്ടെ, കായ ഒന്ന് കായ ഇട്ടതിന് ശേഷം ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് എനിക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് കയ്യിലിട്ട് നമുക്ക് പറ്റാത്തല്ലോ. ഇത്രയും ചൂടത്ത് നമ്മൾ കൈ കൊണ്ടിട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെയാവും, സസിയാവും, സസി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഓക്കെ, അപ്പോൾ കായ കൂടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗരം മസാല നമ്മൾ ചൂടാക്കി കാണുന്നത്. ചൂടായതിന് ശേഷം നേരെ നമ്മുടെ പെരിഞ്ജീരകം ആ സാധനം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അടുത്ത നമ്മുടെ പണി എന്ന് വെച്ചാൽ ഒരുപോലെ ഒഴിക്കുക. നേരെ നമ്മുടെ എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, ആ സാധനം പടയ്ക്കുക. പിന്നെ ഉള്ളിലേക്ക് ഇട്ടാൽ കേട്ടോ. ഞാനീ പടയ്ക്കാന്ന് പറയണത് അറിയത് നല്ല തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ. തൃശ്ശൂർ ഇങ്ങനെയൊക്കെ ഞാൻ പറയാറ്. അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് യാതൊരു കാര്യമില്ല. പിന്നെ വേപ്പല, പഴം, ചമ്മട്ടപ്പുളക്, വേപ്പില കണ്ട പേരിക്കുന്നുണ്ടോ, അത് വലിയ വേപ്പില മാത്രം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. ചൂടാണ്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങുന്നത്. നല്ലൊരു വെളുത്തുള്ളി ഇഞ്ചിയിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഒത്തിരി മണം വരുമല്ലോ. ആ മണം വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, സവോള ആഡ് ചെയ്യുക. അത് വെളുത്തപ്പല അതിൻ്റെ മണം വരുന്നത് ഇഷ്ടമാണ്. എന്തൊട്ടമാണ് സാധനം പൊള്ളിക്കാണ് ഇഷ്ടമാണ്. അത് ഏത് മല്ലിയിലിട്ടും കാര്യം കേട്ടോ. അതിന് പ്രത്യേക ഒരു മണമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കിട്ടണം. ശരി, കാണാൻ പറഞ്ഞത് ഏകദേശമായിട്ടുണ്ട് കേട്ടോ. തീ കുറയ്ക്കുക. എന്നിട്ട് സബോള ഒരു ഇടാം. സബോള ഞരടിയിട്ട് ഇട്ടോട്ടാ. സബോള നമ്മൾ എന്ത് ചെയ്യണം, ഗോൾഡൻ ബ്രൗൺ ആകുന്ന പോലെ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഇളക്കുന്നത് അല്ല. ഇളക്കിക്കോട്ടോ. അപ്പം അങ്ങനെ ഇളകണം. ഈ സവോള ഉണ്ടല്ലോ നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിന് ആ ഒരു മതിരിപ്പ് ചെറുതായിട്ട് ആ മതിരിപ്പ് അങ്ങനെ കൂട്ടാം. സവോളയ്ക്കുള്ള മതിരിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു കുഴഞ്ഞ് തുടങ്ങില്ലേ, ആ സമയത്ത് നമുക്ക് നിർത്തണം. കാരണം ഈ ബീഫിനെ നമ്മൾ കഴിക്കുമ്പോൾ, ബീഫിനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ സബോളയുടെ ചെറിയൊരു മതിരിപ്പ് വരുമ്പോണ്ടല്ലോ. അങ്ങനെ വീട്ടിലൊക്കെ മമ്മി ഉണ്ടാക്കി തരുമ്പോൾ സംഭവം ഓർക്കാറുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് സാധനം അങ്ങനെ വരുമ്പോൾ, ആ ഒരു കടി വരുമ്പോൾ. മനസ്സിലായോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ റെഡ് കളർ ഒരു പിങ്ക് കളറായില്ലേ. ഇപ്പോൾ ഈ പിങ്ക് കളർ മാറിയിട്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളർ വരും കേട്ടോ. ഇവിടെയൊക്കെ കണ്ട കളർ. ആ സാധനം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, മസാല ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മസാല ഇടാം. മൊത്തമുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ചിലപ്പോൾ ഇരിഞ്ഞ് വയ്ക്കാണ്ടേ ആവും. ഒരു പകുതി വെച്ചിട്ട് നിർത്താം. മനസ്സിലായോ? എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അല്ല, ഇളകുമ്പോൾ തന്നെ നമുക്ക് കളറുണ്ട്. കളറൊക്കെ അങ്ങനെ മാറി 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 ഇങ്ങനത്തെ കളറിലേക്ക് എത്തും. മസാലയുടെ കളർ നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വരുന്നത്. റെഡ് കളർ വേണമെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി കൂടുതൽ ഉപയോഗിച്ചോട്ടോ. എനിക്ക് ഇങ്ങനത്തെ കളറാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. കുരുമുളക് പൊടിയാണ് നല്ലത്, കുരുമുളക് പൊടിയാണ് നല്ലത്. ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കേട്ടോ, ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ മസാലയുടെ ഒരു മണം വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച്
ചൂടാക്കിണ്ടായിരുന്ന കാരണം കൊണ്ട് മസാല ഒക്കെ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം പിടിക്കുമ്പോഴത്തേനും സംഭവം ഓക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളികൾ എന്താണ് കേട്ടയ്ക്ക. അപ്പോൾ തക്കാളി ഇടാൻ പോകട്ടോ. തക്കാളി പോകണം. തക്കാളി ഇങ്ങനെ കഴിഞ്ഞാൽ അടുത്ത പരിപാടി വെച്ചാൽ തക്കാളിനെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ അവനൊന്ന് കുഴയും. കുഴഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അവനത് സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്കത് ഇളക്കാം. ഇളക്കട്ടാ. അപ്പം നമ്മുടെ കായയും ബീഫ് സെറ്റായിട്ടാ സാധനം കണ്ട. അതെല്ലാം കണ്ട ബീഫിൻ്റെ കളർ കണ്ട, കായയുടെ കളർ കണ്ട, അത് രണ്ടും സെയിം ആയിട്ട് വന്ന് കാണണ്ട. അതുപോലെ വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കായയ്ക്ക് ബീഫിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ഫ്രൈങ് പാനിൽ ചെയ്തേക്കുന്ന സംഭവമില്ലേ, ആ പാനിൽ ചെയ്തേക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അതിന് മുമ്പായിട്ട് തക്കാളി സെറ്റായി നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. തക്കാളി സെറ്റായാലോ. തക്കാളി സെറ്റായിന്ന് കണ്ട 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 തക്കാളി പൊളിച്ചു. ഇങ്ങനെ കണ്ട ഇതുപോലെ ആവണം തക്കാളി ഇടാ. കാണുമ്പോൾ തക്കാളി ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവണം. നല്ല പ്രകാരം തക്കാളി കാണാനും പാടില്ല. എങ്ങനെയുണ്ട്? ഇതാണ് സാധാരണ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാധനം ഏത് നമ്മുടെ ബീഫും കായയുടെ തട്ടേണ്ടതിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ബീഫും കായ തട്ടാൻ പോകുന്നത് കേട്ടാ. അപ്പോൾ ബൂം ബാങ്. അയ്യോ, ബൂം ബാങ് വന്നപ്പോഴേക്കും ബൂം ബാങ്ങിനെ നമ്മളുടെ ആവണം. ബൂം ബാങ്ങിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് പൊളിയാണ്. ഷെഫ്മാരെല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനല്ല സാധനം നന്നായിട്ടുണ്ട് നമ്മുടെ മസാലയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒപ്പം കൂട്ടുകാരെ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക കേട്ടോ. കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫൊക്കെ ഉടഞ്ഞാൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് വേവായിരിക്കണം. ചേട്ടാ ബീഫ് എന്ത് പെട്ടെന്ന് ഒടിഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യം ചേട്ടാ. വേണ്ട, ബീഫൊക്കെ ഇങ്ങനെ കായും ബീഫും വേറിട്ട് നിൽക്കണം. ഓക്കെ. ലാക്ക് ഓഫ് വെളിച്ചത്തിന് കുറവുണ്ട് കേട്ടോ. വെളിച്ചം കൂടെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഭാവിയിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവും. ഈ ചെറിയ വെളിച്ചത്തിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടുന്ന സാധനം മാത്രമേ ഉള്ളൂ. കണ്ടാ ബീഫ് ഇങ്ങനെ വെന്തിക്കണണ്ട, വിട്ടുക്കണണ്ട കണ്ട. ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് വെള്ളവും കറക്റ്റ് സാധനം ആയിക്കഴിഞ്ഞാൽ ഓക്കെ ടൈം ആയിക്കഴിഞ്ഞാൽ സാധനം ബീഫ് കായും ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? പൊറോട്ട വാങ്ങിച്ചിട്ട് ഈ സാധനം പടയ്ക്കണം. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടത്. എങ്ങനെയുണ്ട് സംഭവം? പൊളിച്ചില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സാധനം കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ടേസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കണ്ടാവാം. എന്നാലും ഞാൻ നിങ്ങളത് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ പറയില്ല ഓരോരുത്തർക്കും ഓരോ കയ്പുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കി കിട്ടില്ല. നിങ്ങളുണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ആരും ഉണ്ടാക്കി കിട്ടില്ല ചിലപ്പോൾ. അപ്പോൾ അവരെ കൈപുണ്യത്തിനും ബിഗ് സല്യൂട്ടാണ് എല്ലാവർക്കും. ഞാൻ ഉണ്ടാക്കുമ്പോൾ പലരും പറയാറുണ്ട് നല്ലതാണ്, കൈപുണ്യം ഉണ്ടെന്നൊക്കെ. നമ്മുടെ മനസ്സും ഓക്കെ പിന്നെ സ്നേഹം, നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കറിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മനസ്സ് സ്നേഹം സന്തോഷം. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരു സന്തോഷമില്ലാണ്ട് ദേഷ്യത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് സാധനം നന്നാവില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക. നന്നായിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക. നന്നായിട്ട് ഒഴിവ് സമയം കിട്ടുമ്പോൾ പാട്ട് പാടാം. എന്നെ പോലെ പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് പാടാം. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓരോ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അതങ്ങോട്ട് പുറത്തേക്ക് എടുത്തോ. ആരൊന്നും പറയാൻ പാടില്ല. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് വാരായ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? യൂട്യൂബ് നമ്മുടെ കഴിവ് നമ്മൾ ഇട്ടാൽ പുറത്തേക്ക് അലൻ ജോസ് പെരേര വരെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അവൻ്റെ കഴിവ് അവൻ കാണിക്കണം. നമ്മുടെ കഴിവ് നമ്മളെ കാണിക്കുക. സാധനം റെഡി. അപ്പോൾ മബ്രൂക്കാലേ എന്ന് പറഞ്ഞാൽ ഞാൻ അറബിയിൽ എന്നിട്ട് അറിയോ കൺഗ്രാജുലേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പെട്ടച്ചു. ഇന്ന് നേരെ പോയിട്ട് പൊറോട്ട വാങ്ങിക്കുക പെട്ടയ്ക്കുക. കാര്യം മറന്നു കേട്ടോ. നമ്മുടെ
പെരിഞ്ചീരകപ്പൊടി ഉണ്ടല്ലോ, പെരിഞ്ചീരകപ്പൊടി അതുകൊണ്ട് വിതരണം മറിച്ച് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റാണ്. അപ്പം നമുക്ക് നേരെ ഇതെടുത്തിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കഴിക്കാം. തരാ ബൈ ബൈ, സീ യു. പൊറോട്ട ഇതായിട്ടാണ് സാധനം, കണ്ട എന്നിട്ട് സാധനം പൊറോട്ട കണ്ട. ഇവിടെ നല്ല അടിച്ച പൊറോട്ട ചോദിച്ചു വാങ്ങാം കേട്ടോ. സാധാരണ ഇവിടെ പൊറോട്ട അങ്ങനത്തെ കിട്ടില്ല, അടിച്ച പൊറോട്ട ഒന്ന് ചോദിച്ചു വാങ്ങണം, നല്ല കിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം യോഗട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ബാർബിക്കൻ ബിയറാണ്, നോൺ ആൽക്കഹോളിക്കാണ് കേട്ടോ. അതെ, നോൺ ആൽക്കഹോളിക്കാണ് കേട്ടോ. എവിടെ എഴുതിയിട്ടുണ്ട്, ചക്കാശത് എഴുതിയിട്ടുണ്ട്, നോൺ ആൽക്കഹോളിക്. എന്തുട്ടാ കളറ് ഗിരിയാട്ടൻ, എന്തുട്ടാ സാധനം ഇത്, പൊളിക്കിട്ട സാധനം. അതെ, ഇങ്ങനെ ന്യായമായ രീതിയിൽ ഇങ്ങനെ എടുക്കുക അല്ല, എടുത്തിട്ട് ഇതേ പൊറോട്ടയുടെ മുകളിലേക്കാണ് ഇടുക അല്ല, എന്നിട്ട് ന്യായമായ രീതിയിൽ കണ്ട് പടയ്ക്കുക. ഗിരിയാട്ടൻ ഇത് പൊളിച്ചൂട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണണ വരെ ടാറ്റ ബൈ ബൈ, സീ യു.